ഹായ്. ഇപ്പോൾ എല്ലാവരും വീട്ടിലും ക്രിസ്മസ് ഒക്കെ എത്തിയോ? സാന്റാക്ലോസ് വന്നായിരുന്നോ? അപ്പം ഞങ്ങളുടെ വീട്ടിലും ഒരു സാന്റയല്ല, ഒരുപാട് സാന്റാക്ലോസ് വന്നിട്ടുണ്ട്. കാണിച്ചു തരാം, ബാ. ഇത് കണ്ടോ, വീട്ടിൽ ഒരുപാട് ഗപ്പി വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പം ഇതിൽ ഗപ്പിയിലെ ഒരു വെറൈറ്റിയാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് സാന്റാക്ലോസ്. നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കണക്ക് വെള്ളത്താടിയും ചുമന്ന ഡ്രസ്സും അണിഞ്ഞ ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ ഭംഗിയുള്ള ഗപ്പിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് സാന്റാക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഗപ്പിയൊക്കെ ആകുമ്പം ഒരു ആഴ്ച 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ ഈ വെള്ളം ഇതുപോലെ അഴുക്കാവും. അപ്പോൾ ആ അഴുക്കാവുന്ന സമയത്ത് നമ്മൾ മാറ്റി വേറെ പാത്രത്തിൽ ഇട്ട് കൊടുക്കണം. നമുക്ക് ഇന്ന് മോന്മാരെ മാറ്റാം, കാണിച്ചു തരാം. കണ്ടോ, നോക്കിയേ, കണ്ടോ, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ അണക്കന്നെ വെള്ളത്താടിയും ചുമന്ന ഡ്രസ്സും അണിഞ്ഞ സാന്റാക്ലോസ്. ഭംഗിയുണ്ടോ? ഇനി നമുക്ക് വേറെ വെള്ളത്തിലോട്ടിടാം. വെള്ളപ്പാത്രം ആകുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റും. കുറേ പേര് ഗർഭിണിയല്ലേ? ഇനി ഇതെല്ലാം വിരിഞ്ഞ് കുറേ ആളുകളാവും. ബാക്കിയുള്ളതിനെ കൂടെ അങ്ങ് പിടിക്കാം. വായോ വായോ വായോ. ഈ വല ഉപയോഗിക്കാൻ എളുപ്പമാട്ടോ. മീൻ വളർത്തുന്നവരൊക്കെയാണെങ്കിലേ ഈ നെറ്റ് കണ്ട, ഇതുപോലെ നെറ്റാകുമ്പം അഴുക്ക് ഒരുപാട് കയറത്തില്ല. പിടിക്കാനും എളുപ്പമാണ്. പാടാ പാടാ, ഒരാളോടുണ്ട്. പാടാ 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 പാടാ. അയ്യോ, ഒരെണ്ണം ചാടി. ഒന്നും കുറണ്ട്. വാടാ വാടാ, അവൾ വാടിക്ക. അവൾ ഗർഭിണിയാ, വയറ് വീർത്തിരിക്കുന്നുണ്ട്. ഇതിൽ മെയിൽ ഗപ്പി എന്ന് പറയുന്നത് ഇതാണ്ട.